ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ചിക്കൻ കറിയുടെ ഒരു റെസിപ്പിയാണ്. അതായത് എപ്പോഴും ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും ഒരു 2-3 ഇൻഗ്രീഡിയൻറ്റ് ഞാൻ വേറെ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഞാൻ 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ, അതാ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 സവാള അത് സ്ലൈസ് ചെയ്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒരു 3/4 വേവാകുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് 2 ടേബിൾ സ്പൂൺ എല്ലാം കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഇട്ടിട്ട് വന്ന് അതിൻ്റെ ഒരു പച്ചമുളക് മാറിയതിന് ശേഷം നമുക്ക് ചിക്കൻ ക്ലീൻ ആക്കി, അപ്പോൾ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ എല്ലാം ഒന്ന് വൈറ്റ് കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു തക്കാളിയില്ലേ അത് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില, അപ്പോൾ അതെന്താ ഇതിലേക്കിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ഒന്ന് ആ ഒരു പച്ച ഒരു ഇതൊക്കെ മാറുന്ന വൈറ്റ് കളർ ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം പെരുംജീരകപ്പൊടിയും ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ അതിൻ്റെ മസാലയുടെ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കറി എത്രയാണോ വേണ്ടെന്നുള്ളത് അത് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിപ്പം നമ്മളിത് വേവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ കറി കുറച്ചുകൂടെ ഒന്ന് വറ്റും, കൂടുതൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇത് വേവിച്ചെടുക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഈ കറി കുറച്ചുകൂടെ ഒന്ന് വറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം അത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ കുറച്ച് സവാളയില്ലേ അതായത് ഒരു സവാള ഒന്ന് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അത് നല്ലപോലെ ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫ്രൈഡ് ഓണിയൻ ഒന്ന് ചേർക്കുമ്പോഴത്തേക്കും അത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതുമാത്രമല്ല കറിക്ക് കുറച്ച് കട്ടി കൂടെ കിട്ടും. അപ്പോൾ അതും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് അതൊരു 4 പീസ്, അതായത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഹാഫ് എടുത്തിട്ട് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നില്ല, ഓപ്ഷണലാണ്, ഞാൻ പിന്നെ വെറുതെ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ വെന്തോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസില്ലേ, അതായത് കോഴിയുടെ ആ ഒരു കൈയിൻ്റെ ആ ഒരു ഭാഗം വരുന്ന ആ ഒരു പീസുണ്ട്, ആ പീസ് എടുത്തൊന്ന് വെന്തോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു പീസ് നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തിട്ടുണ്ടെങ്കിൽ എല്ലാ പീസും കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. പക്ഷേ നമ്മൾ ചില പീസ് നോക്കുമ്പോഴത്തേക്കും അത് വെന്തിട്ടുണ്ടാവും, പക്ഷേ ഈ ഒരു പീസ് വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ചിക്കൻ വെന്തോ ഇല്ലയെന്ന് നോക്കുന്നത് ഈ ഒരു പീസ് എടുത്തിട്ട് വേണം വെന്തോ എന്നുള്ളത് നോക്കാനായിട്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്, അപ്പോൾ അതിനർത്ഥം എല്ലാ പീസും കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒന്ന് ചേർക്കണമുണ്ടെന്ന്, ഇതാണ് നെയ്യ്. ഒരു 1/4 ടീസ്പൂണോളം നെയ്യ് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അപ്പോൾ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഇളക്കി കൊടുക്കരുത്, ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. അതായത് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ച് വേണം വയ്ക്കാനായിട്ട്. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ. അങ്ങനത്തെ നമ്മളെ ചിക്കൻ കറി, ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അല്ലാതെ വെള്ളച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.